ഹലോ മലയാളി മക്കളെ, ഇന്ന് വന്നിട്ടാണ് ഡേ തുടങ്ങുകയാണ്. അതായത് നമ്മുടെ മഞ്ജരിയുടെ ക്യാപ്റ്റൻസി ഒക്കെ തുടങ്ങുകയാണ്. ഇന്ന് വീക്കിലി ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. നോമിനേഷൻ ഫ്രീ ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ മഞ്ജരിക്ക് 3 ബാഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രീന്. അതിൻ്റെ ബേസിൽ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിനെയൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റിക്കുള്ള സർക്കുലർ വന്നിട്ടുണ്ട്. അതിന് മുന്നേ ലിവിങ് ഏരിയ കയറണമെങ്കിൽ ടാസ്ക് ചെയ്യണം എന്ന് ബോയ്സ് ടീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്. അവർ ടാസ്ക് ചെയ്യിപ്പിച്ചു. ഒരു തമിഴിലൊരു വാക്യം, ഒരു ശ്ലോകം പോലത്തെ അത് ചൊല്ലിയിട്ട് അകത്തോട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് അതായത് നമ്മുടെ മെയിനായിട്ട് മോർണിംഗ് ആക്ടിവിറ്റി വന്നിരിക്കുന്നത് നമ്മളൊരു ഗെയിം ഉദ്ദേശിച്ചാണല്ലോ എല്ലാവരും വന്നിരിക്കുക. ആ ഗെയിം എന്താണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അത് നിങ്ങൾ കളിക്കുന്നുണ്ടോ, അത് ശരിക്കും അതേപോലെ തന്നെയാണ് കളിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയണം. എന്നിട്ട് അതിനോട് യോജിക്കുന്നവർ കൈവെക്കാം, യോജിക്കാത്തവർക്ക് കൈവെക്കാതിരിക്കാം. അതായിരുന്നു ടാസ്ക്. അങ്ങനെ തർഷിക, മഞ്ജരി, മുത്തുകുമാറൊക്കെ റാണവൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വന്നിട്ട് നോമിനേഷൻ ഫ്രീ ടാസ്ക് ആണ്. അതായത് ഗാർഡൻ ഏരിയയിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആക്ടിവിറ്റി ഏരിയയിൽ, ഗാർഡൻ ഏരിയയിലല്ല, ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ ഒരു ഗ്ലാസ് ഇങ്ങനെ കമത്തി വെച്ചിട്ടുണ്ടാവും. അതിനകത്തൊരു നമ്മുടെ മാർബിളിൻ്റെ ഒരു ബോൾ പോലെ ഉണ്ട്. നമ്മളങ്ങനെ ഉരുട്ടി ആ ഗ്ലാസ്സിൽ തന്നെ ഫിക്സ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടിട്ട് ബൗളിൽ കൊണ്ടിടുക എന്നുള്ളതാണ് ടാസ്ക്. ഒരാളുടെ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കയറണം. അങ്ങനെയാണ്. ഏറ്റവും അവസാനം ബോയ്സ് ആണ് കേട്ടോ ജയിച്ചത്. നമ്മുടെ ശിവകുമാറിന് ദീപകിനെ പറ്റി ഭയങ്കര കംപ്ലൈൻ്റ് ഉണ്ട്. അതായത് അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് നടക്കേണ്ടത്, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതൊക്കെ ഓവർ ഒരു സീനിയർ നമ്മൾ ജൂനിയേഴ്സിനെ റാഗ് ചെയ്യുന്ന പോലെയൊക്കെ ഉണ്ടെന്ന് ശിവകുമാർ എല്ലാവർക്കും പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വന്നിട്ട് രഞ്ജിത്തിനോടും സത്യയോടും കൂടിയാണ് കേട്ടോ പറയുന്നത്. പിന്നെ റാണു വന്ന് പവിത്രയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട്. തമാശ രീതിയിലാണ് നമ്മളെ കാണിക്കുന്നത്. എന്താണെന്ന് ഇനി പോകെ മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ റാണുവ് പവിത്രയെ പറ്റിയിട്ട് നമ്മുടെ റയാനോടൊക്കെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിശാൽ ഉറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് വിശാൽ എണ്ണീറ്റിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ മഞ്ജരി വന്ന് ടാസ്ക് കൊടുക്കുന്നുണ്ട്. ജമ്പ് ചെയ്യുന്നിട്ട് തവള പോലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവുക. ഞാൻ ഇനി ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണം ജമ്പ് ചെയ്യാനെന്ന് പറഞ്ഞ് 3 പേർക്കും കൂടെ ടാസ്ക് കൊടുക്കുന്നുണ്ട്. കാരണം 3 പേര് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ആരാണോ ഉറങ്ങിയെന്നുള്ളത്. അത് കഴിയുമ്പം സാച്ചിന ഗേൾസിനോട് ചോദിക്കാം, എൻ്റെ ബിഹേവിയറിൽ എന്താണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ഞാൻ ഇന്നലെ പോയതിനെ പറ്റി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറേ എക്സ്പ്ലെയിൻ, നീ ചെറുതാണ് എന്ന് വെച്ച് എല്ലാ കാര്യം നിന്നോട് തുറന്നു പറയാൻ പറ്റുന്നില്ല, പക്ഷേ പറയാതിരിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് ആർഗ്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് റാണ വന്നിട്ട് ഹൗസ് റൂൾസ് ബ്രേക്ക് ചെയ്യണം. അതായത് ജമ്പ് ചെയ്തിട്ട് പവിത്രയ്ക്ക് ചൂടുവെള്ളം എന്നൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കുകയാണ്. അതൊരു ഫണ്ണായിട്ട് ഇങ്ങനെ പോകുന്നെങ്കിൽ ഏറ്റവും അവസാനം അതൊരു വലിയൊരു അടിക്ക് തുടക്കം വെച്ചെന്ന് വേണം പറയാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് മഞ്ജരി ഇടപെടുന്നുണ്ട്. എന്നാണെങ്കിൽ റൂൾസാണ്, നീ അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം അരുൺ അതിൽ ഇടപെടുന്നുണ്ട്. അരുൺ മോക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഒത്തിരി തവണ അത് പറഞ്ഞതുകൊണ്ട് തന്നെ അരുണിന് അത് ദേഷ്യം വരുന്നുണ്ട്. അരുണും മഞ്ജരിയും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. അരുണും സൗന്ദര്യവും പിന്നെ ഓൾ ഗേൾസുമായിട്ട് അരുൺ അവിടെ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പം പിന്നീട് വന്നിട്ട് ഈ നമ്മുടെ ക്യാപ്റ്റൻസി കൊള്ളില്ലെങ്കിൽ ഒരു ഗ്രീൻ നമ്മുടെ ഇങ്ങനെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്, 3 ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. കൊള്ളില്ലെങ്കിൽ അതിനുള്ള കാരണം പറഞ്ഞിട്ട് ക്യാപ്റ്റൻ്റെ ബാഡ്ജ് നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. അങ്ങനെ 3 പേരും അത് 3 ഊരിയിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻസി ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ നമ്മുടെ മുത്തുകുമാറാണ് വന്നിരിക്കുന്നത്. അതായത് മോക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ നമ്മുടെ ക്യാപ്റ്റൻ തന്നെ അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുമ്പം അത് അദ്ദേഹത്തിൻ്റെ പദവിയിൽ അത് റെസ്പെക്റ്റബിൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മുത്തുകുമാർ കൊടുക്കുന്നത്. പക്ഷേ സാച്ചിന് അടുത്ത് ചെല്ലുന്നതെങ്കിൽ സാച്ചിനയ്ക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ല. എല്ലാവരും ഹൗസ്മേറ്റ്സ് എല്ലാം ഇടപെടുന്നുണ്ട്. ഏറ്റവും അവസാനം ജെഫ്രി നല്ലൊരു പഞ്ച് ഡയലോഗുമായിട്ട് എത്തുന്നുണ്ട്. ഇതുവരെ ഉള്ളത് വിട്ടേക്ക്, ഇനി നമുക്ക് നോക്കാം, ഇത്രയും പറഞ്ഞുള്ളൂ, ഇതുവരെ വിട്ടേക്ക്, നിങ്ങളെല്ലാം പറഞ്ഞും എടുത്തുവല്ലേ ബെസ്റ്റ് പെർഫോമറായിട്ട് ഇത് ക്യാപ്റ്റൻസിൽ എത്തിയിരിക്കുന്നത്, ഒന്നും അല്ലല്ലോ, നിങ്ങൾ ഒരാളുടെ കൂടെ നിൽക്കുന്നത്, ഇതൊക്കെ ഒരു കാരണമാണെന്ന് ചോദിച്ച് ജെഫ്രി ചോദിക്കുമ്പോൾ എല്ലാവരും കൈയൊക്കെ തട്ടുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ അരുൺ വന്ന് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നെ ഇനി അങ്ങനെ ആ വേർഡ് യൂസ് ചെയ്യരുത്, എനിക്കതൊരു ഇറിറ്റേറ്റിംഗ് വേർഡാണ്, അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് അരുൺ പറയുകയും പിന്നെ ഹൗസ്മേറ്റ്സിനോട്, അതായത് ഗേൾസിനോട് പ്രത്യേകിച്ച് സോറി പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പം
പിന്നീട് വന്നിട്ട് നമ്മുടെ വീക്കിലി ടാസ്ക് ആണ് ഒരു പ്രദേശം, അതായത് നമ്മുടെ രാജഭരണത്തിൻ്റെ 2 പ്രദേശമായിട്ടാണ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും. അതേപോലെ രാജഗുരു എന്ന് പറയുന്നത് വഴി നടത്തുന്ന ഒരാളായിട്ടും ദളപതി എന്ന് പറയുന്നത് എന്തും ചെയ്യും, രാജാവിന് വേണ്ടി എന്തും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അതായത് അടുക്കളപ്പണി ജോലി ചെയ്യുന്നവർ. പിന്നെ ഒരു ഒറ്റുകാരനുണ്ടാവാം, അത് ജനങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം, ഓപ്പോസിറ്റ് തിരഞ്ഞെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പണിക്കാർ, അതായത് വർക്കേഴ്സ് ഉണ്ടാവും. അത് എല്ലാ കാര്യങ്ങളും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാജാവും റാണി ഉറങ്ങുന്നിടം വരെയുള്ള സമയത്തുള്ള കാര്യങ്ങൾ ഫുള്ളും ചെയ്യുന്നവരായിരിക്കണം. പിന്നെ ജനങ്ങൾ, അത് നമ്മൾ കിച്ചണിൽ അവരെ ഹെൽപ്പ് ചെയ്യണം, അതായത് നമ്മുടെ പ്രജകൾ. അത് കഴിയുമ്പോൾ പിന്നെ ഒരു മ്യൂസിയം ഉണ്ടാകും, അതായത് ആ പ്രദേശത്തെ പാരമ്പര്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പം പിന്നീട് വന്നിട്ട് ഇതിനകത്തൊക്കെ ടാസ്കുകൾ നടക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം അവിടെ ഒരു ചെയർ വെച്ചിട്ടുണ്ട്, ആ ചെയറിൽ രാജാവാണോ റാണിയാണോ ഇരിക്കുന്നത്, അവരുടെ ആ ഗ്രൂപ്പായിരിക്കും ജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ പ്രജകളായിട്ട് ബോയ്സിൻ്റെ ഭാഗത്ത് നിന്ന് മുത്തുക്കുമറും ആനന്ദിയും രഞ്ജിത്ത്, അരുണ, ശിവ, ഇത്രയും പേരാണ്. അത് ഗേൾസിൻ്റെ ഭാഗത്തു നിന്നും അൻഷിത, സത്യ, വർഷിനി, ജാക്ലിൻ, ഇത്രയും പേരാണ് കേട്ടോ. പിന്നെ ഇനി വർക്കേഴ്സ്, അതായത് ബോയ്സിൻ്റെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ബോയ്സ് അല്ല കേട്ടോ, കിങ്ങിൻ്റെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ജഫ്രിയും, ക്യൂണിൻ്റെ വർക്കേഴ്സ് എന്ന് പറയുന്നത് സൗന്ദര്യമാണ്. അതേപോലെ കിങ്ങിൻ്റെ രാജഗുരു റയാനും, ഗേൾസിൻ്റെ, അതായത് റാണിയുടെ രാജമാതാവ് വന്നിട്ട് പവിത്രയുമാണ്. ഇനി കുക്ക് ചെയ്യുന്നത്, കിങ്ങിന് വേണ്ടി കുക്ക് ചെയ്യുന്നത് വിശാലും, ക്യൂവിന് വേണ്ടി കുക്ക് ചെയ്യുന്നത് തർഷികയുമാണ്. ദളപതിയായിട്ട് കിങ്ങിൻ്റെ ദീപക്കും ക്യൂവിൻ്റെ മഞ്ചരിയുമാണ് കേട്ടോ. ഇനി ഫൈനലി നമ്മുടെ രാജാവ് എന്ന് പറയുന്നത് റയാനും, റാണി എന്ന് പറയുന്നത് സാച്ചിനെയാണ് കേട്ടോ. ഒറ്റുകാരനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജാക്ലിനാണ്. ഇനി അതേപോലെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ബോയ്സ് ടാസ്ക് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് ടാസ്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പല പേരുകൾ സജസ്റ്റ് ചെയ്യണം, ഒരാൾ മാത്രം പേര് പറയരുത് പ്രദേശത്തിന്, എല്ലാവരും പേര് പറഞ്ഞിട്ട് അതിലേതാണ് നല്ലത്, 10 കോടി ജനങ്ങൾ കാണുന്നതാണ്, അവരെ ഇമ്പ്രസ് ചെയ്യുന്ന പോലത്തെ ഒരു പേരായിരിക്കണം നമ്മുടെ ദേശത്തിൻ്റെ. അതേപോലെ ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു പേരിടാനൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഒറ്റുകാരൻ്റെ പേരുകളും ഒക്കെ നിർദ്ദേശങ്ങൾ വരുന്നതും, അത് ജാക്ലിൻ ആണെന്നുള്ള കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അത് കഴിയുമ്പോൾ ഡ്രസ്സ് വരുന്നുണ്ട്. അപ്പം നാളെയാണ് വീക്കിലി ടാസ്ക് തുടങ്ങുന്നത്. നമുക്ക് നോക്കാം എന്താണ് ടാസ്ക് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇനി രാജാവിൻ്റെയൊക്കെ പദവി ഇങ്ങനെ തട്ടിമാറ്റിക്കൊണ്ട് പോവുക, ഇതിനകത്തൊക്കെ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ പുതിയ രാജാവ് കയറുക, അതേപോലെ പുതിയ റാണി കയറുക, അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. മലയാളത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് നാളെ തൊട്ട് നമുക്കറിയാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.